ആശാനെന്താ താമസിച്ചത്? ഞാൻ വരുന്ന വഴിക്ക് ആ തയ്യക്കടലിൽ നിന്ന് കയറിയത്. ആശാനെ ഈ വാർത്ത കണ്ടു? രാഷ്ട്രീയമാണെങ്കിൽ വേണ്ട. രാഷ്ട്രീയമല്ല ആശാനെ, ഇത് ഇന്നത്തെ വൈറലായ വാർത്തയാ. അതോ കല്യാണ മുഹൂർത്തമായിട്ടും കല്യാണ പെണ്ണ് ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നില്ല. ഒടുക്കം വരനും പാർട്ടിക്കാരും പൂജാരിയും കൂടെ ബ്യൂട്ടി പാർലറിൽ പോയി അവിടെ വെച്ച് കല്യാണം നടത്തിയെന്ന്. ഇതാണ് ഇന്നത്തെ വൈറൽ വാർത്ത. ഇത് പതിവുള്ള കാഴ്ചയല്ലേ? ഈ മുഹൂർത്ത സമയത്ത് പെണ്ണിനെ ഒരുക്കി കൊണ്ടുവരിക, ട്രാഫിക് ബ്ലോക്കായ പെട്ടത് തന്നെ. ഇനിയിപ്പോ ബ്യൂട്ടി പാർലറിൽ തന്നെ താലികെട്ട് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാ നല്ലത്. ഇനിയിപ്പോഴേ ബ്യൂട്ടി പാർലറിൽ വെച്ച് തന്നെ മുഹൂർത്തത്തിൽ താലി കെട്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ ചെന്നാ പോരെ? ഇനിയിപ്പോ കല്യാണക്കത്തടിക്കുമ്പോ താലികെട്ട് ബ്യൂട്ടി പാർലറിലും അനുബന്ധ ചടങ്ങുകളെല്ലാം ഓഡിറ്റോറിയത്തിൽ എന്നും പറഞ്ഞങ്ങ് അച്ചടിച്ചാ മതി. താമസിയാതെ ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ അനുബന്ധമായിട്ട് എന്തെല്ലാം ചടങ്ങുകളാ! ഹൽദി, മഹന്തി, പിന്നെ ഫോട്ടോഷൂട്ട്, സേവ് ദി ഡേറ്റ്, എന്തെല്ലാം കോപ്രായങ്ങളായി കാണും. ഇതിനൊക്കെ എത്ര ലക്ഷം രൂപയാ പൊടിച്ചു കളയുന്നത്? അല്ല ആശാനെ, ഈ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? ആശാന്റെ അഭിപ്രായം എന്താ? ഇവിടെ പാവയ്ക്ക കറി വെച്ചാലും തോരൻ വെച്ചാലും കഴിക്കുവേ. ഇത് അത് തന്നെ. അതെ ആശാനെ, ഈ കല്യാണത്തിന് ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈകള് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, അതെന്തിനാ? അതിന് വലിയ അർത്ഥങ്ങളുണ്ട് ഈ കന്യാദാനം എന്നൊരു ചടങ്ങേ. ഇപ്പോഴത്തെ കുട്ടികളുടെ ദാമ്പത്യ ജീവിതം കാണുമ്പോൾ തോന്നും ഈ ഗുസ്തി മത്സരം നടത്തുമ്പോൾ രണ്ടുപേരുടെ കൈയ്യമ്മ ചേർത്ത് വെക്കത്തില്ലേ? അതുപോലെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഗുസ്തി മത്സരം പോലെ തന്നെ. കാലം മാറി വരികയല്ലേ, കോലവും മാറും. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് KSRTC ബസ്, ഈ കുറേ നേരം നമ്മൾ ബസ് കാത്തിരിക്കുമ്പോൾ ഒരു ഓർഡിനറി ബസ് പോയി അതിൽ കയറി ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് 3-4 സൂപ്പർ ഫാസ്റ്റ് നിരനിരയായിട്ട് വരും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ദാമ്പത്യം കാണുമ്പോൾ പേടിയാ, യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇന്നലെ വിജയന്റെ വീട്ടിൽ വലിയ ബഹളമൊക്കെ ആയിരുന്നല്ലോ, നാട്ടുകാരെ കുടിക്കുന്നുണ്ടല്ലോ. അത് വിജയൻ ഇന്നലെ ഒരു അബദ്ധം പറ്റി. അബദ്ധമോ? എന്താ അബദ്ധം? ഇന്നലെ വിജയന്റെ വീട്ടിൽ കറണ്ട് പോയി. വിജയന്റെ വിവാഹ വാർഷികമായിരുന്നു. ആളൊരു 2 സ്മോളൊക്കെ അടിച്ചിട്ട് നല്ല മൂഡിലിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. ഒരു റൊമാൻറ്റിക് മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം നേരെ അടുക്കളയിൽ പോയി ഭാര്യയെ പൊക്കിയെടുത്ത് 2 വട്ടം കറക്കി. എന്നിട്ടെന്താ, കറണ്ട് വന്നപ്പോഴേ വിജയന്റെ ഭാര്യ മുന്നിലും വേലക്കാരി വിജയന്റെ റോളേ. അപ്പൊ വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.